ഒരുപാട് അവസരങ്ങളാണ് ഇപ്പോൾ സംഘപരിവാർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യ തലസ്ഥാനത്ത് ശതകോടികൾ ഒഴുക്കിയാണ് സൂഫി സമ്മേളനം സംഘടിപ്പിക്കപ്പെട്ടത്. ദുനിയാവിനോട് വിരക്തിയുള്ള കേരളത്തിലെ സൂഫിയും പറന്നിറങ്ങിയത് സംഘപരിവാർ സ്പോൺസർ ചെയ്ത ശതകോടികൾ ഒഴുക്കിയ സൂഫി സമ്മേളനത്തിലേക്കാണ്. 3000 മനുഷ്യരെ കൊന്നതിന്റെ രക്തക്കറ കൈകളിൽ നിന്ന് മാഞ്ഞിട്ടില്ലാത്ത സംഘപരിവാറിന്റെ പ്രധാനമന്ത്രി ഇസ്ലാമിന്റെ സമാധാനത്തെക്കുറിച്ച് നടത്തിയ സ്റ്റഡി ക്ലാസ് കേട്ട് ഓർമ്മകൾ കൊയ്തവരാണ്. അത് കേട്ട് ആനന്ദപ്പെട്ടവരാണ് ഇന്ത്യയിലെ സൂഫികൾ എന്ന് പറയുന്നത്. ഏറ്റവും ഒടുവിൽ കേരളത്തിൽ ആദിവാസികളെ പ്രതിനിധീകരിച്ചിരുന്ന ശ്രീമതി CK ജാനു സംഘപരിവാർ കൂടാരത്തിലേക്ക് പരകായ പ്രവേശനം നടത്തുകയാണ്. ശ്രീമതി CK ജാനു സംഘപരിവാറിന്റെ കൂടാരത്തിൽ ചെന്നു ചേരുമ്പോൾ ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെ കുറിച്ച് ആലോചിക്കണം. ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആദിവാസികൾ താമസിക്കുന്ന സംസ്ഥാനം. ആ സംസ്ഥാനം ഭരിക്കുന്നത് BJP യാണ്. സോണി സോറി എന്ന് പറയുന്ന ഒരു ആദിവാസി സ്ത്രീയെക്കുറിച്ച് ശ്രീമതി CK ജാനു കേട്ടിരിക്കും. ശ്രീമതി സോണി സോറിയെ ആരാണ് മൃഗീയമായി പീഡിപ്പിക്കുന്നത് എന്നത് ഇന്ത്യയിലെ ഏതൊരു ആക്ടിവിസ്റ്റുകൾക്കും അറിയാവുന്ന കാര്യമാണ്. ആദിവാസികളുടെ ഭൂമി തട്ടിപ്പറിക്കാൻ സ്വദേശത്തും വിദേശത്തുമുള്ള കുത്തക കമ്പനികൾക്ക് ആദിവാസികളുടെ ഭൂമി ഖനന മാഫിയകൾക്ക് വേണ്ടി തീരെഴുതി കൊടുക്കാൻ BJPയുടെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും അവർ സ്പോൺസർ ചെയ്യുന്ന പോലീസുകാരും അവരാൽ നിയന്ത്രിക്കപ്പെടുന്ന ഗുണ്ടകളുമാണ് സോണി സോറി എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയെ മനുഷ്യത്വമില്ലാത്ത ക്രൂരതകൾക്ക് അവിടെ വിധേയമാക്കിയത്. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മാസം സോണി സോറി എന്ന് പറയുന്ന ആദിവാസി സ്ത്രീയെ ഛത്തീസ്ഗഡിലെ ആദിവാസികൾക്ക് വേണ്ടി തന്റെ ജീവിതം മുഴുവനും ഒഴിഞ്ഞുവെച്ച സ്ത്രീയെ ഭീകരമാം വിധം മർദ്ദിക്കുകയും ആസിഡ് ബോംബ് എറിയുകയും ചെയ്ത് ഡൽഹി അപ്പോളോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോ ഡൽഹിയുടെ മുഖ്യമന്ത്രി ശ്രീമാൻ കെജ്രിവാൾ ചികിത്സാവശ്യാർത്ഥം സോണി സോറിയെ ഡൽഹിയിലെ അപ്പോളോ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നപ്പോ സോളിഡാരിറ്റിയുടെ എക്കാലത്തെയും സുഹൃത്തായ സോണി സോറിയെ സന്ദർശിക്കാൻ ഞങ്ങൾ ഡൽഹിയിൽ ചെന്നു. അവരുടെ റൂമിന് പുറത്ത് അവരുടെ കൂടെയുണ്ടായിരുന്ന ഛത്തീസ്ഗഡിലെ തന്നെ ആദിവാസി ആക്ടിവിസ്റ്റുകളായ റിനു ഠാക്കൂറുമായിട്ടും മാരിയ സ്പെൻസറുമായിട്ടും ദീർഘനേരം ഞങ്ങൾ സംസാരിച്ചു. ഈ രാജ്യത്തിനകത്ത് എപ്രകാരമാണ് ആദിവാസികൾ കൊല്ലാക്കൊല ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ നേർ അനുഭവങ്ങളുടെ സാക്ഷ്യപ്രകടനമായിരുന്നു അവർ നടത്തിയത്. ഒരുപക്ഷെ ആദിവാസിയുടെ കയ്യിൽ മാധ്യമങ്ങളില്ലാതിരിക്കാം, ആദിവാസികളുടെ കയ്യിൽ സോഷ്യൽ മീഡിയകളില്ലാതിരിക്കാം, ആദിവാസികൾക്ക് സ്വാധീനമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളില്ലാതിരിക്കാം. അതുകൊണ്ട് ഒരു വേള ഇന്ത്യയിലെ ആദിവാസികളോട് ഈ രാജ്യത്തെ BJP ഉൾപ്പെടെയുള്ള ഭരണകൂടങ്ങൾ എപ്രകാരമാണ് ക്രൂരത കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിന്റെ 1% വാർത്ത പോലും ഈ രാജ്യം അറിയുന്നില്ലായിരിക്കാം. പക്ഷേ ഛത്തീസ്ഗഡിലെ ആദിവാസികളെ പച്ചക്ക് കൊന്നുകൊണ്ടിരിക്കുകയാണ് ആ രാജ്യത്തിലെ ആ സംസ്ഥാനത്തെ BJP സർക്കാർ. സോണി സോറിയെ ആക്രമിച്ചതും BJP സ്പോൺസർ ചെയ്ത ഗുണ്ടകളാണ് എന്നവർ പറയുന്നു. കാരണം ഇത് ആദ്യത്തെ അനുഭവമല്ല അവർക്കിത്. ആ കൂടാരത്തിലേക്കാണ് സംഘപരിവാറിന്റെ പുരസ്കാരം ഏറ്റുവാങ്ങി ശ്രീമതി CK ജാനു കടന്നു കയറാൻ ശ്രമിക്കുന്നതെങ്കിൽ ജനാധിപത്യ കേരളം അതിന് ഉചിതമായ മറുപടി നൽകും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ. ഇവിടെ ഓഫറുകളാണ്. സൂഫി സമ്മേളനം അത്തരം ഒരു ഓഫറായിരുന്നു. നിങ്ങൾ നരേന്ദ്രമോദിയെ അംഗീകരിക്കൂ, നരേന്ദ്രമോദിയുടെ പ്രഭാഷണ വൈഭവത്തെ അംഗീകരിക്കൂ, നരേന്ദ്രമോദി കൊണ്ടുവരുന്ന വികസന പദ്ധതികളെ അംഗീകരിക്കൂ. അങ്ങനെ അംഗീകരിച്ചാൽ നിങ്ങൾക്ക് നരേന്ദ്രമോദിയിൽ നിന്ന് സംഘപരിവാറിൽ നിന്ന് ഗുഡ് സർട്ടിഫിക്കറ്റുകൾ കിട്ടും എന്ന ഓഫറുകളാണ്. അതല്ലെങ്കിലോ തിരസ്കാരത്തിന്റെ വഴികളുണ്ട് എന്ന ഭീഷണിയാണ്. അതിന്റെ സാമ്പിൾ വെടിക്കെട്ടുകളായിട്ടാണ്
പശുവംശം തിന്നവനെ അടിച്ചു കൊല്ലുന്നത്, കന്നുകാലി കച്ചവടം ചെയ്തവരെ കെട്ടിത്തൂക്കുന്നത്. പക്ഷേ സംഘപരിവാർ കാലത്ത് പോരാട്ടം തന്നെയാണ് അന്തസ്സും ആത്മാഭിമാനവുമുള്ള ജീവിതം എന്നാണ് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ചരിത്രത്തിന്റെ ഇരുണ്ട നാളുകൾ മുമ്പും കടന്നുപോയിട്ടുണ്ട്. അടിയന്തരാവസ്ഥ ശ്രീമതി ഇന്ദിരാഗാന്ധി ഇന്ത്യയിൽ പ്രഖ്യാപിച്ചപ്പോ ഇന്ദിരാഗാന്ധി തന്നെയാണ് മഹതി എന്ന് പ്രഖ്യാപിച്ച ധാരാളം മനുഷ്യരിവിടെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ മനുഷ്യരല്ല, സാധാരണ ജനങ്ങളല്ല. ഇന്ദിരാഗാന്ധിയുടെ മഹത്വവും ഇന്ദിരാഗാന്ധിയുടെ വികസനത്തിന്റെ നേട്ടങ്ങളും കൊട്ടിഘോഷിച്ച രാഷ്ട്രീയ ഏമാന്മാരും മാധ്യമങ്ങളും സാംസ്കാരിക പ്രവർത്തകരും ബുദ്ധിജീവികളും ഈ രാജ്യത്ത് കടന്നുപോയിട്ടുണ്ട്. പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം പൊതുജനങ്ങളെ അഭിമുഖീകരിച്ച പൊതുതെരഞ്ഞെടുപ്പ് വന്നപ്പോ ഇന്ദിരാഗാന്ധിയുടെ സൗന്ദര്യത്തെക്കാളും വികസനത്തെക്കാളും ഇന്ത്യക്ക് ശക്തിയുള്ളത് പൊതുജനങ്ങളുടെ ജനാധിപത്യ ബോധ്യത്തിനാണ് എന്ന് 1975 പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ത്യ തെളിയിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധിയുടെ മുഖസൗന്ദര്യത്തിനേക്കാൾ ഇന്ത്യയിൽ ശക്തിയുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, നരേന്ദ്രമോദിയുടെ നെഞ്ചളവിനേക്കാൾ വലിപ്പമുള്ളത് ഇന്ത്യയുടെ ജനാധിപത്യത്തിന് തന്നെയായിരിക്കുമെന്ന് ഈ രാജ്യം തെളിയിക്കുക തന്നെ ചെയ്യും. ഈ പോരാട്ടം പിന്മടക്കമില്ലാത്ത, പതറാത്ത, ഒരു പുരസ്കാർ ഓഫറുകൾക്ക് മുമ്പിലും അടിയറവ് പറയാത്ത പോരാട്ടമാണ് ഞങ്ങളുടെ പോരാട്ടമെന്ന് മാത്രം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.